എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന വീണ്ടും ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ത്യൻ ബൈക്കാണ്. നേരത്തെ 2 ന്യൂ അപ്ഡേഷനിൽ നടന്ന ചീപ്പ് കോഡ്സും പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നമുക്ക് കളിയിലേക്ക് പോവാം. ഇപ്പം ചീപ്പ് കോഡ്സ് ഒന്ന് ഡ്രാഗനും വെറും ഒന്ന് ഹോട്ട് എയർ ബലൂണുമാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ തോക്കൊക്കെ എടുത്തപ്പോൾ നമുക്കിവിടെ ബാക്കി ഈ ബോംബ് വരെ ഉള്ളായിരുന്നു. ഇപ്പം നമുക്ക് മെഷീൻ ഗണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മെഷീൻ ഗണ്ണൊക്കെ സെറ്റ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് മെഷീൻ ഗണ്ണൊക്കെ കിട്ടി. മെഷീൻ ഗണ്ണൊക്കെ കിട്ടി. ഇനിയിപ്പോൾ കുഴപ്പമില്ല, പോലീസൊക്കെ വന്നാലും ഇനിയിപ്പോൾ കുഴപ്പമില്ല. നമുക്കിനി പോവാം. നമുക്കിനി ഓർഡർ പോവാം. പോയിട്ട് നമുക്ക് ഫസ്റ്റ് ഹോട്ട് എയർ ബലൂൺ എടുക്കാം. ഫസ്റ്റ് നമുക്ക് ഹോട്ട് എയർ ബലൂണിൻ്റെ ചീപ്പ് കോഡ് അടിച്ച് ഹോട്ട് എയർ ബലൂൺ എടുക്കാം. നമ്മൾ ഫസ്റ്റ് അടിക്കണ്ട, കോഡ് എടുത്തിട്ട് ഇത് നമ്മൾ 0601 എന്ന് അടിക്കുമ്പം ഇതാണ് നമ്മളെ ഹോട്ട് എയർ ബലൂൺ വന്നേക്കുന്നത് ഗൈസ്. നമുക്കിതിനകത്ത് കയറാനൊക്കെ പറ്റും ഗൈസ്. നമ്മൾ പറക്കാൻ പോകുന്നു ഗൈസ്. ഹോട്ട് എയർ ബലൂണിൽ നമ്മളങ്ങനെ പറന്നു ഗൈസ്. അങ്ങനെ പറക്കുന്നു ഗൈസ്. ഇനി നമുക്ക് ഇത് ലാൻഡ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഒരാളും കൂടി ഉണ്ട്, ഡ്രാഗനാണ്. നമുക്ക് ഡ്രാഗൻ എടുക്കാം. ഇനി അടുത്ത് കുറച്ച് ദൂരം പോകണം, നമുക്ക് ഓടിപ്പോവാം. നമുക്കിവിടെ വെച്ച് ഡ്രാഗനെ എടുക്കാം. അതിൻ്റെ ചീപ്പ് കോഡ് നമ്മൾ 0701 തന്നെയാണ്. അപ്പം നമ്മൾ ഡ്രാഗൻ അതിൻ്റെ പുറത്തൊരു പെണ്ണൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് പോയി കയറാം. ഇങ്ങനെയുണ്ടാ? ഞാൻ വിചാരിച്ചത് നമ്മൾ മാത്രമേ ഡ്രാഗൻ്റെ കൂടെ കാണുമെന്നു. ഇത് കഷ്ടമാണ് ഗായ്സ്. സൂപ്പറായിട്ട് പറക്കുന്നു ഗായ്സ്. നമുക്കിനി ലാൻഡ് ചെയ്യാം ഈ ഡ്രാഗനെ. ഇപ്പം എല്ലാവരും വന്ന് ബൈക്കാണ് ഓട്ടിക്കുന്നത്, അതാണ് പ്രശ്നം. നമുക്ക് ആ ബൈക്കൊന്നും എല്ലാവരും കൊന്നിട്ടൊന്നും എടുക്കാൻ ഒക്കത്തില്ല. നമ്മളിപ്പോൾ എവിടെയൊക്കെയോ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോവാം. നമുക്ക് ബുള്ളറ്റ് എടുക്കാം. അയ്യോ, ചീപ്പ് കോഡ് മാറിപ്പോയി. നമുക്ക് 999. ഓക്കെ, ചീപ്പ് കോഡ് നേരത്തെ അടിച്ച് മാറിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ കോൾ ചെയ്തിട്ട് കട്ടാക്കിയത്. ഇനി നമുക്ക് പോവാം. നമുക്കൊന്ന് എയർപോർട്ടിലോട്ട് പോവാം. നമുക്ക് എയർപോർട്ടിൽ ഇട്ടൊന്ന് പോവാം. അവിടെ ചെറിയ പ്ലെയിനാണ്. ചില സമയത്തൊക്കെ വലിയ പ്ലെയിൻ വന്ന് കിടക്കാനുള്ളതാണ്. ഇപ്പോൾ ചെറിയ പ്ലെയിൻ. ചില സമയമൊക്കെ ഇതേ കണക്കത്തെ നല്ല വലിയ പ്ലെയിൻ വന്ന് കിടക്കുന്നതാണ്. അന്നൊരു ഞാൻ വീഡിയോ ഇന്ത്യൻ ബൈക്കിൻ്റെ ഇട്ടായിരുന്നല്ലോ, അത് കണ്ടു കാണും. അതിനകത്ത് വലിയ പ്ലെയിനായിരുന്നു വന്ന് കിടന്ന. നമുക്ക് എന്തായാലും ഇതൊന്ന് പൊട്ടിച്ചിട്ട് പോവാം. നമുക്ക് മെഷീൻ ഗണ്ണ് വെച്ച് പൊട്ടിക്കാം. ചുമ്മാ വെറുതെ വെച്ച് കൊണ്ടിരുന്ന ചിലപ്പോൾ പൊട്ടും. അല്ലെങ്കിൽ നമുക്ക് സ്നൈപ്പർ എടുക്കാം. സ്നൈപ്പർ എടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇപ്പോൾ പൊട്ടും. പൊട്ടുന്ന സൗണ്ടും കേട്ട് സെറ്റ് ഗൈസ്. നമുക്കിപ്പോൾ ഒരു സ്ലോ മോഷൻ മൂഡ് ഇടാം. നമ്മൾ ബൈക്കിൽ കയറുന്ന സ്ലോ മോഷൻ മൂഡ്. നമുക്ക് ബൈക്ക് ഓട്ടിക്കുന്ന ഒരു സ്ലോ മോഷൻ മൂഡ് ഇടാം. എന്താ ഗൈസ് ഇങ്ങനെ? നിങ്ങൾക്ക് ബൈക്ക് ഓട്ടിക്കാം. ഇനി നമുക്ക് സ്ലോ മോഷൻ മൂഡ് മാറ്റാം. സ്ലോ മോഷൻ ഇപ്പം മാറി ഗൈസ്. എന്താ ഗൈസ് ഇങ്ങനെ? എടുത്ത് ഇറങ്ങി ചാടിയിട്ടുണ്ട് ഗൈസ്.
പകൽ ലൈഫേ തീർന്നിട്ടുള്ളൂ. എന്നാലും ഇനിയിപ്പോൾ ഒരു സ്മൂത്തായിട്ടൊക്കെ നമുക്ക് ഓടാൻ. അപ്പോൾ ആ ബൈക്ക് സ്ലോ മോഷൻ ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. വേറെ ബൈക്ക് എടുക്കാം. 888 ഈ ബൈക്ക് എടുത്താൽ നല്ല സൂപ്പർ സ്പീഡിലുള്ള ബൈക്ക് കിട്ടും. നമുക്കിനി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടോട്ടൊന്ന് പോവാം. ഇതെന്താ ഗൈസ് ഇങ്ങനെ ബൈക്കിൽ കയറാൻ പറ്റുന്നില്ലല്ലേ? പണി കിട്ടി ഗൈസ്, പണി കിട്ടി. നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചു നോക്കാം. ഓ ചീപ്പ് കോഡ് മാറിപ്പോന്നു. ഓ നമുക്കിപ്പോൾ ഡ്യൂക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് 4-8 അറിയാതെ ഒന്ന് അടിച്ചത്, അപ്പോഴത്തേക്ക് ഒന്ന് കിട്ടി. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോവാം. ചില ആളുകൾക്കൊക്കെ ബൈക്കാണ് ഓടിക്കുന്നത്. മുമ്പൊക്കെ കാറായിരുന്നു എല്ലാവരും ഓടിക്കുന്നത്. നമ്മൾ ഈ കുറുക്ക് വഴി പോയാൽ നമുക്ക് ആ റൗണ്ട് കിടക്കാതെ തന്നെ നമുക്ക് അത് കിടക്കാതെ തന്നെ നമുക്ക് പോവാം. ഞാനത് കുറുക്ക് വഴി നമുക്ക് ഇവിടോട്ട് കയറാം. നമുക്കിനി 2 മാജിക്കും കൂടി ചെയ്യാം. അതിനകത്ത് ഒരു കുതിരേനെയും സൈക്കിളും വെച്ച് ഒരു മാജിക് ചെയ്യാം. അതിനു മുമ്പ് വേറൊരു മാജിക് ചെയ്യാം. അതിന് നമുക്ക് 2 കാർ ആവശ്യമാണ്. ഒരു കാർ നമ്മളിവിടെ വിളിച്ചിട്ടുണ്ട്. അത് കണക്കത്തെ വേറെ കാറൊന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ അതിന് പിറത്ത് വന്ന് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പം ഇപ്പം 2ലും കൂടി ആയിട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇപ്പോൾ നോക്കിക്കോ ഗൈസ്, നമ്മൾ ഏതണിക്കാണ് 2 കൂടി വരക്കാം. ല്ലേ ഓ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നോക്കിക്കോളെ, കണ്ടാ ആ കാറെന്ത് കണ്ട വളയുന്നുണ്ടാ? നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി ഇടിക്കാം ഗൈസ്. ഏതോ ഇടിച്ച് തകരണൊക്കെ ഉണ്ട്. നമുക്കിനി ദൂരോട്ട് എന്തെങ്കിലും പോവാം. സെറ്റ് ഗൈസ്. നമുക്കിറങ്ങൂടാ. ഓ കുത്തി മറിഞ്ഞു ഗൈസ്. നമുക്കിനി ഇറങ്ങിയിട്ട് വേറൊരു കാര്യം. അവിടെ ട്രെയിനൊക്കെ വന്ന് കിടക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും. അപ്പോൾ നമുക്കിനി അടുത്ത മാജിക്ക് നമ്മൾ സൈക്കിളും കുതിരയും വെച്ചാണ് ചെയ്യുന്നത്. അതിന് കുതിര ഒന്ന് എടുക്കണം, എന്നിട്ട് സൈക്കിളിനെ എടുക്കണം. ഈ സൈക്കിളിനെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. കുതിരയുടെ മേളിൽ ഒന്ന് ഇടുന്നുണ്ട്. കഷ്ടമാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ ഇനി എങ്ങനെ സൈക്കിളിൽ കയറുന്ന? സൈക്കിളിൻ്റെ പുറത്ത് കയറി. വാ ബ്രാ ഇനി എങ്ങനെ ചവിട്ടുവേ. എന്ത് കഷ്ടമാണ് ഗൈസ്. ഇനി ഇടിച്ച് തറയിടാൻ നോക്കാം. ആ തറ വീണിട്ടുണ്ട്. ഇപ്പോഴാണ് കറക്റ്റായ. ഇനി നമുക്ക് സൈക്കിൾ ചവിട്ടി കുതിരയുടെ ഈ ഒരു ഭാഗം ഇവിടെ ഇത്തിരി എടുത്തിട്ട് ഈ ഒരു കറക്റ്റ് ഇത് കണക്ക് കൊണ്ടുവയ്ക്കണം സൈക്കിള്. ഇനി നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ 2 നടുക്കോട്ടൊന്ന് കയറി പോവാം. പക്ഷെ നമ്മൾ പിന്നെ ഈ കുതിരയുടെ സ്കേലത്ത് കണക്കായിട്ട് നമ്മൾ സൈക്കിൾ ഇൻവിസിബിൾ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയാൽ പണി കിട്ടും ഗൈസ്. ഇറങ്ങി നമ്മൾ താഴെ അങ്ങ് പോകും. ഇപ്പോൾ ഗൈസ് ഒന്നും വർക്കാവുന്നില്ല. നമുക്ക് ഒന്നുകൂടി ചെയ്ത് വെക്കണം. എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് അടുപ്പിച്ചില്ലെന്ന് തോന്നുന്നു ഞാൻ. ഈ കുതിരയുടെയൊക്കെ ഓരോ കാര്യം. അയ്യോ നമ്മൾ ബാക്ക് എടുത്ത് പോന്നോ? ഇവിടെ തോന്നുന്നു എന്തൊരു ഇതങ്ങനെയാണ് ഇവിടെ തോന്നുന്നു. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. നോക്കിയിട്ട് 2ൻ്റെ ഓപ്ഷൻ ഗൈസ് കുതിരയുടെയൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട്.
ഇപ്പോഴാണ് കറക്റ്റ് ഓപ്ഷൻ വന്നത്. ഇടയ്ക്കൂടെ ബൈക്കും കുതിരയും കളിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറുന്നതാണെങ്കിൽ ഇതായിട്ട് സിമ്പിൾ ഒന്നും കണ്ട ഇതാണ്. ഇനി നമ്മൾ ചവിട്ടി നോക്കിയേ, ആ ആളവിടെ കിടക്കേ, നോക്കിക്കോണേ. ഫ്രാങ്ക്ലിൻ അവിടെ കിടക്കേ, നോക്കേ ഇത് നോക്ക്. ഫ്രാങ്ക്ലിൻ അവിടെ ഇതാണ്. പക്ഷെ നമ്മൾ ഇറങ്ങിയൊരു പണി ഇട്ട് ഞാൻ അത് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് ഇംപ്ലിസിബിളായിട്ട് കുറച്ച് നേരം എവിടേക്കെങ്കിലും ഓട്ടിച്ചു പോവാം. സെറ്റ് അല്ല ഗായ്സ്, എന്ത് മാജിക് ട്രിക്കൊക്കെയാണ്. നമുക്ക് ഡ്രിഫ്റ്റ് അടിച്ച് തീർത്താം. സെറ്റ് ആയിരുന്നു. ഒന്നുകൂടി പോയി ഡ്രിഫ്റ്റ് അടിക്കാം. സെറ്റ്. ഇപ്പം ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടോ ഗായ്സ്? നോക്കിക്കോ കണ്ട, നമ്മൾ വെള്ളത്തിലോട്ട് ഇങ്ങനെ പോയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഇറങ്ങൽ തോന്നുന്നു. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഡെമോ ഒന്ന് കാണിച്ചു തന്നെയായിരുന്നു. നമുക്കൊന്ന് ഇപ്പോൾ ഹോമിലോട്ട് പോകണം. അങ്ങനെ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവർക്കും ഒരു ഇനി അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.